പശ്ചിമേഷ്യൻ യുദ്ധവാർത്തകളിലേക്കാണ് ആദ്യം വരുന്നത്. ഹമാസുമായുള്ള വെടിനിർത്തൽ കരാർ സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ ഇസ്രായേൽ മിനി സുരക്ഷാ മന്ത്രിസഭാ യോഗം തുടങ്ങി. ഖത്തർ അമീറുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് ഫോണിൽ സംസാരിക്കും. ഗസയിൽ പ്രദേശത്തെ ഏക കത്തോലിക്ക ദേവാലയത്തിലും ബോംബിട്ട് 2 പേരെ കൊലപ്പെടുത്തി ഇസ്രായേൽ. പള്ളി വികാരി ഉൾപ്പെടെ 6 പേർക്ക് പരിക്കേറ്റു. ഗസയിൽ ഉടൻ വെടിനിർത്തൽ വേണമെന്ന് മാർപ്പാപ്പയും ആവശ്യപ്പെട്ടു. ദ്രൂസ് വിഭാഗത്തെ സംരക്ഷിക്കാൻ ഡമാസ്കസിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണം മേഖലയുടെ സുരക്ഷ തകർക്കുമെന്ന് തുർക്കി ഉൾപ്പെടെ ലോകരാജ്യങ്ങൾ അഭിപ്രായപ്പെട്ടു. എന്നാൽ സിറിയക്കെതിരെ ഇനിയും ആക്രമണത്തിന് മടിക്കില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. MCA നാസർ വിശദാംശങ്ങൾ നൽകും. MCA, ട്രംപ് മുന്നോട്ട് വെച്ച വെടിനിർത്തൽ കരാറിൽ നിന്ന് അല്ലെങ്കിൽ നിർദ്ദേശത്തിൽ നിന്ന് പൂർണ്ണമായും പിൻവാങ്ങിയത് നെതന്യാഹു തന്നെയായിരുന്നു. പക്ഷേ നെതന്യാഹു വലിയ ആഭ്യന്തര സമ്മർദ്ദത്തെ നേരിടുന്നുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഒരു അടിയന്തര മിനി മന്ത്രിസഭാ യോഗം ചേരുന്നത്. ഒരു വെടിനിർത്തൽ വെടിനിർത്തൽ സാഹചര്യത്തിലേക്ക് എത്താൻ എത്ര കണ്ട് ഈ മിനി മന്ത്രിസഭാ യോഗത്തിന് ശേഷം സാധ്യതയുണ്ട്? എന്താണ് ഇസ്രായേലിലെ നിലവിലെ അവസ്ഥ? സൈഫുദ്ദീൻ, തീവ്ര വലതുപക്ഷ മന്ത്രിമാരായിട്ടുള്ള ബെൻഗവറും അതോടൊപ്പം തന്നെ സ്മോട്രിക്കും കടുത്ത നിലപാട് തുടരുകയാണ്. ഒരു നിലയ്ക്കുള്ള ഒരു വെടിനിർത്തലിനും ഈ ഘട്ടത്തിൽ ഇസ്രായേൽ തയ്യാറാകരുത്. അങ്ങനെ വരികയാണെങ്കിൽ അത് നാം നേടിയെടുത്തിരിക്കുന്ന ഇതുവരെയുള്ള സൈനികമായിട്ടുള്ള മുന്നേറ്റത്തിന് വലിയ തോതിൽ തിരിച്ചടിയായി മാറുമെന്ന ഒരു നിലപാടാണ് ഇന്ന് ബെൻഗവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഈ വ്യവസ്ഥയുടെ ഭാഗമായിട്ട് ഈ സൈനിക പിന്മാറ്റം നടക്കുകയാണെങ്കിൽ ആ ഘട്ടത്തിൽ ഹമാസ് വീണ്ടും ശക്തി സംഭരിക്കാനുള്ള വലിയ സാധ്യതയുണ്ട്. അത് ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയായി മാറും. അതുകൊണ്ട് ഈ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട എല്ലാ നീക്കങ്ങളും ഉപേക്ഷിക്കണമെന്നാണ് ഈ 2 മന്ത്രിമാരും, സ്മോട്രിക്കും അതോടൊപ്പം തന്നെ ബെൻഗവറും ആവശ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷേ അതേ സാഹചര്യത്തിൽ തന്നെയാണ് ഏതാണ്ട് അരമണിക്കൂർ മുമ്പാണ് സുപ്രധാനമായിട്ടുള്ള ഇസ്രായേലിൻ്റെ മിനി സുരക്ഷാ മന്ത്രിസഭ തെലവീവിൽ യോഗം ആരംഭിച്ചിരിക്കുന്നത്. യോഗം എത്ര നേരം നീണ്ടു നിൽക്കുമെന്ന കാര്യം വ്യക്തമല്ല. എന്തായാലും ഇന്ന് രാത്രിയോടുകൂടി ഒരു പുതിയ നിർദ്ദേശം, പുതിയ വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്ന ഒരു നിർദ്ദേശം ഹമാസിന് മുമ്പാകെ സമർപ്പിക്കുമെന്ന് ഇന്നലെ തന്നെ നെതന്യാഹു വ്യക്തമാക്കിയിരുന്നു. അതിലേക്കുള്ള ഏതൊക്കെ വ്യവസ്ഥകൾ, എത്ര വരെ തങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും, യുദ്ധവിരാമവുമായി ബന്ധപ്പെട്ട ചർച്ചകളുടെ സ്വഭാവം എന്തായിരിക്കും, അതോടൊപ്പം തന്നെ ഈ ഒരു വെടിനിർത്തൽ കാലയളവിലുള്ള സൈനിക പിന്മാറ്റം ഏത് രീതിയിലായിരിക്കും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ചേരുന്ന മിനി മന്ത്രിസഭ യോഗം ചർച്ച ചെയ്യുന്നത്. അതിൽ ഒരു അനുകൂല തീരുമാനം വരികയും അങ്ങനെ ഒരു പുതിയ നിർദ്ദേശം ഹമാസിന് കൈമാറുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദോഹയിൽ വഴിമുട്ടി നിൽക്കുന്ന ആ ചർച്ച മുന്നോട്ട് പോകാനുള്ളൊരു സാധ്യതയുണ്ട്. പക്ഷേ അതേസമയം അമേരിക്ക ഇന്നും വ്യക്തമാക്കിയിരിക്കുന്നത് അടുത്ത ആഴ്ചയോടുകൂടി വെടിനിർത്തൽ യാഥാർത്ഥ്യമാവും. അതിലേക്കുള്ള തിരക്കിട്ട നീക്കങ്ങൾ നടക്കുന്നുണ്ട്. മേഖലയിലെ പല രാജ്യങ്ങളുമായും അമേരിക്ക ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇസ്രായേലുമായിട്ടും ചർച്ച നടന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തായാലും അടുത്ത ആഴ്ചയോടുകൂടി തന്നെ വെടിനിർത്തൽ ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയും പ്രതികരണവുമാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പക്ഷേ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന്, നെതന്യാഹുവിൻ്റെ ഭാഗത്തു നിന്ന് ഔദ്യോഗികമായിട്ടുള്ളൊരു പ്രതികരണം വന്നിട്ടില്ല. ഒരു പക്ഷേ ഇന്ന് യോഗാനന്തരം ഇതുമായി ബന്ധപ്പെട്ട ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന ഒരു പ്രതീക്ഷയാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ പങ്കുവെക്കുന്നത്. അതേസമയം തന്നെ വലിയ തോതിലുള്ള ക്രൂരത ഗസയിലുടനീളം ഇസ്രായേൽ തുടർന്നുകൊണ്ടിരിക്കുകയുമാണ്. സൈഫുദ്ദീൻ, ഇന്നിപ്പോൾ ഗസയിലെ കത്തോലിക്ക പള്ളിയും ബോംബിട്ട് തകർത്തിരിക്കുന്നു ഇസ്രായേൽ. അതിനെന്തെങ്കിലും വിശദീകരണം ഇസ്രായേൽ നൽകുന്നുണ്ടോ എന്ന് വെച്ചാൽ, മുമ്പൊക്കെ പറഞ്ഞതുപോലെ ദിശ മാറി, ഈ വ്യോമാക്രമണം ദിശ മാറി സംഭവിച്ചതാണോ എന്നൊക്കെയുള്ള പ്രതികരണങ്ങൾ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? അതിൽ എത്ര വലിയ നാശനഷ്ടമാണ് ഈ ആക്രമണത്തിൽ ഉണ്ടായത്? ഒപ്പം ഈ മാർപ്പാപ്പ നിലവിൽ വെടിനിർത്തലിന് വേണ്ടിയുള്ള ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. മാർപ്പാപ്പയുടെ വാക്കുകൾ എങ്ങനെയാണ്? സൈഫുദ്ദീൻ, വലിയ ക്രൂരമായിട്ടുള്ളൊരു ആക്രമണം തന്നെയാണ്. ആസൂത്രിതമായിരുന്നു ഈ ആക്രമണം. വംശഹത്യയുടെ മറ്റൊരു ഭാഗം എന്ന നിലയ്ക്ക് തന്നെയാണ് ഈ ക്രൈസ്തവ ദേവാലയത്തിനെതിരെ നടത്തിയിരിക്കുന്ന ഈ ആക്രമണത്തെ നമ്മൾ വിലയിരുത്താൻ. നേരത്തെയും സമാനമായിട്ടുള്ള ആക്രമണ സംഭവങ്ങൾ വിവിധ ജാതി വിഭാഗങ്ങൾ, മതവിഭാഗങ്ങൾക്ക് നേരെയും അവരുടെ ആരാധനാ കേന്ദ്രങ്ങൾക്കെതിരെയും ഗസയിൽ നടന്നിരുന്നു. ഗസയിലെ ഏക കത്തോലിക്ക ദേവാലയത്തിന് നേരെയാണ് ഇന്ന് വെളുപ്പിന് വ്യാപകമായിട്ടുള്ള മിസൈൽ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. കാരണം ഈ ദേവാലയം വളരെ സുരക്ഷിതമാണെന്ന് കരുതി അവിടെ തങ്ങി നിരവധി ക്രൈസ്തവരും അതോടൊപ്പം തന്നെ പലസ്തീൻ സമൂഹത്തിൽപ്പെട്ടവരും ഉണ്ടായിരുന്നു. അവർക്ക് ആണ് ഈ 3 പേരാണ് ഇപ്പോൾ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായിട്ട് ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 10-ലധികം പേർക്ക് പരിക്കേറ്റ റിപ്പോർട്ടുകളുണ്ട്. അതിൽ പള്ളി വികാരിയും ഉൾപ്പെടുന്നുണ്ട്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഗബ്രീലി റോമനെല്ലി എന്നാണ് ഈ വികാരിയുടെ, ഈ പള്ളിയിലെ പുരോഹിതന്റെ പേര്. ഇദ്ദേഹം നേരത്തെ വിടവാങ്ങിയ പോപ്പ് ഫ്രാൻസിസുമായിട്ട് ഏറ്റവും അടുത്ത സമ്പർക്കം പുലർത്തിയ
ഒരു നേതാവ് കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഗസയിലെ ദൈനംദിനമായിട്ടുള്ള ഇസ്രായേലിൻ്റെ ആക്രമണങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പോപ്പിന് കൈമാറുകയും വിടവാങ്ങിയ പോപ്പ് ഫ്രാൻസിസ് വളരെ ശക്തമായിട്ടുള്ള നിലപാട് ഗസയുടെ കാര്യത്തിൽ, ഫലസ്തീൻ ജനതയുടെ കാര്യത്തിൽ, അവർക്കെതിരെ നടക്കുന്ന വംശഹത്യയുടെ കാര്യത്തിൽ കൈക്കൊള്ളുകയും ചെയ്തിരുന്നു. ആ അർത്ഥത്തിൽ നിരന്തരമായിട്ട് ഏതാണ്ട് ദൈനംദിന സ്വഭാവത്തിൽ തന്നെ വിവരങ്ങൾ കൈമാറിക്കൊണ്ടിരുന്ന ആ വികാരിക്ക് കൂടിയാണ് ഇന്നിപ്പോൾ ഈ ആക്രമണത്തിൽ പരിക്കേറ്റിരിക്കുന്നത്. ഇതിൽ അതിശക്തമായിട്ടുള്ള പ്രതികരണം തന്നെയാണ് വത്തിക്കാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. പുതിയ പോപ്പും വളരെ ശക്തമായി തന്നെ ഇതിൽ പ്രതികരിച്ചു. മാത്രമല്ല, ഗസയിൽ തുടരുന്ന ഈ അറുങ്കൊല എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാൻ അന്തർദേശീയ സമൂഹം, അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അതിശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കണം. ഇനിയും ഈ കുരുതി തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. തങ്ങളുടെ എല്ലാ സ്വാധീനവും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഇസ്രായേലിനെ ഈ ഒരു വംശഹത്യ പദ്ധതിയിൽ നിന്ന് പിന്തിരിപ്പിക്കണം എന്നതുൾപ്പെടെയുള്ള വളരെ ശക്തമായിട്ടുള്ള പ്രതികരണമാണ് വത്തിക്കാന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇറ്റാലിയൻ പ്രസിഡന്റും വളരെ ശക്തമായി തന്നെ ഈ ആക്രമണത്തെ അപലപിച്ചിട്ടുണ്ട്. ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് നേരത്തെയൊക്കെ ഉള്ളതുപോലെ തങ്ങൾ ഇതേക്കുറിച്ച് അന്വേഷിക്കും, എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായി തങ്ങൾക്ക് അറിയില്ല എന്ന അർത്ഥത്തിലുള്ള ഒഴിഞ്ഞുമാറുന്ന ഒരു നീക്കമാണ് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഈ ആക്രമണം വളരെ കൃത്യമായിരുന്നു, വളരെ ആസൂത്രിതമായിരുന്നു എന്ന് തെളിയിക്കുന്ന വിവരങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളാണ് ലോകത്തുടനീളം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പക്ഷേ മുമ്പൊക്കെ സംഭവിച്ചതുപോലെ ഈ പ്രതികരണത്തിനപ്പുറത്ത് ഇസ്രായേലിനെ ഈ ഒരു യുദ്ധക്കുറ്റത്തിൽ നിന്ന് ഇസ്രായേലിനെതിരായിട്ടുള്ള നടപടി സ്വീകരിക്കാനോ അവരെ അന്തർദേശീയ നിയമ സംവിധാനങ്ങൾക്ക് മുമ്പാകെ കൊണ്ടുവരാനോ ഈ അന്തർദേശീയ സമൂഹത്തിനോ മറ്റ് രാജ്യങ്ങൾക്കോ സാധിക്കുന്നില്ല. ആ ഒരു സൗകര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഈ ഒരു കത്തോലിക്കയുടെ ഗസയിലെ ഏക ദേവാലയത്തിന് നേരെയും അതിശക്തമായിട്ടുള്ള ആക്രമണം നടത്തുകയും പള്ളിയിലെ പുരോഹിതൻ ഉൾപ്പെടെയുള്ളവർക്ക് ഗുരുതരമായിട്ട് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം രൂപപ്പെടുത്തിയിരിക്കുന്നതും. സൈഫുദ്ദീൻ. ശരി, MCA നാസറാണ് ദുബായിൽ നിന്ന് വിശദ വിവരങ്ങൾ നൽകിയത്.